ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് മുന്നിൽ ഇപ്പോൾ ഒരു വലിയ വെല്ലുവിളി. അമേരിക്ക, ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി, 50% താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ കളിയാണോ? അതോ സാമ്പത്തിക യുദ്ധമാണോ? അതുമല്ലെങ്കിൽ ഒരു ആഗോള സാമ്പത്തിക പടയൊരുക്കമാണോ? ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. 2025-ൽ അമേരിക്ക ഇന്ത്യയുടെ കയറ്റുമതികൾക്ക് 50% താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന പല ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ ഇരട്ടിയിലധികം നികുതി അടയ്ക്കേണ്ടി വരും. ഇതുകൊണ്ട് ഇന്ത്യൻ കയറ്റുമതികൾക്ക് അമേരിക്കൻ മാർക്കറ്റിൽ വില കൂടുകയും മത്സരശേഷി കുറയ്ക്കുകയും ചെയ്യും. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം എത്ര വലുതാണെന്ന് നോക്കാം. 2024-25-ൽ ഇരു രാജ്യങ്ങളുടെയും വ്യാപാരം $131.84 ബില്യൺ ആയിരുന്നു. ഇന്ത്യക്ക് $41.18 ബില്യൺ വ്യാപാര ലാഭമുണ്ടായിരുന്നു. അമേരിക്കയിലേക്ക് ഇന്ത്യയുടെ കയറ്റുമതികൾക്ക് 20% പങ്കുണ്ടായിരുന്നു. അതായത് അമേരിക്ക നമ്മുടെ ഏറ്റവും വലിയ ഉപഭോക്താവാണ്. ഇത്രയും വലിയൊരു പങ്കാളി 50% താരിഫ് ഏർപ്പെടുത്തിയത് എന്തുകൊണ്ട്? അമേരിക്കയിലേക്കുള്ള കയറ്റുമതികൾ നമ്മുടെ GDPയുടെ 2% മാത്രമാണെങ്കിലും ഈ മേഖലയിൽ അധിക തൊഴിൽ ഉള്ളതിനാൽ സാമ്പത്തികമായി വലിയ നഷ്ടമുണ്ടാക്കും. ഇതിനോടൊപ്പം ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങൾക്ക് കുറഞ്ഞ താരിഫ് അടച്ചാൽ മതി. അവർ ഇപ്പോൾ ഇന്ത്യയുടെ മാർക്കറ്റ് പങ്കുപിടിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയുടെ ഈ നീക്കത്തിന് നൽകുന്ന ഔദ്യോഗിക കാരണം നാഷണൽ സെക്യൂരിറ്റി സെക്ഷൻ 232, കൂടാതെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് സെക്ഷൻ 301. പക്ഷേ വിദഗ്ധർ പറയുന്നത് ഇതിനു പിന്നിൽ ജിയോ പൊളിറ്റിക്കൽ ഉദ്ദേശങ്ങളുമുണ്ട്. കാരണം ഇന്ത്യയുടെ റഷ്യൻ ഓയിൽ വാങ്ങൽ, കൂടാതെ ബ്രിക്സ് കൂട്ടായ്മയിൽ ഉള്ള പങ്കാളിത്തം അമേരിക്കയെ അസ്വസ്ഥരാക്കി. ഇന്ത്യ ഈ വെല്ലുവിളികൾക്ക് മറുപടി പറയാൻ തുടങ്ങി. യുറേഷ്യൻ എക്കണോമിക് യൂണിയനുമായുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ചർച്ചകൾ ആരംഭിച്ചു. നിങ്ങൾക്ക് യുറേഷ്യൻ എക്കണോമിക് യൂണിയൻ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിനെക്കുറിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലും നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. പിന്നീട് ഇതിലൂടെ ഇന്ത്യക്ക് $6.5 ട്രില്യൺ വിലയുള്ള പുതിയ വിപണിയിലേക്കുള്ള പ്രവേശനം ലഭിക്കും. അതിനാൽ അമേരിക്കയിൽ നിന്നുള്ള ആശ്രയം കുറയ്ക്കാനും പുതിയ മാർക്കറ്റുകൾ നേടാനും ഇന്ത്യക്ക് കഴിയും. വിദഗ്ധർ പറയുന്നത് ഇന്ത്യ ഇപ്പോൾ എക്സ്പോർട്ട് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി സ്വീകരിക്കണം. എന്നുവെച്ചാൽ യൂറോപ്പ്, ആഫ്രിക്ക വിപണിയിലേക്ക് കൂടുതൽ പ്രവേശനം ഉറപ്പാക്കണം. കൂടാതെ MSME മേഖലയിലേക്ക് സർക്കാരിൻ്റെ പ്രത്യേക സഹായവും വേണം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ തുടരുകയാണ്. ഒരു കാര്യം വ്യക്തം, ആഗോള രാഷ്ട്രീയത്തിൽ സാമ്പത്തിക തന്ത്രം ഇപ്പോൾ ആയുധമായി മാറിയിരിക്കുന്നു. ഈ 50% താരിഫ് ഒരു വെല്ലുവിളിയാണെങ്കിലും അതേസമയം ഒരു സാധ്യത കൂടിയാണ്. പുതിയ വിപണികളിലേക്ക് കടക്കാനും സ്വന്തം ഉൽപാദനശേഷി ശക്തമാക്കാനും ഇന്ത്യക്ക് സാധിക്കും. ഇതുപോലെ തന്നെ ലോകത്തെ മറ്റു വാർത്തകൾ അറിയാൻ ഇൻഫോസ്പേസ് 24/7 എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഒരു ദിവസം കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ വിസിറ്റ് ചെയ്യാനും ഞങ്ങൾക്ക് നേരിട്ട് മെസ്സേജുകൾ അയക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇനി ഇതല്ലാതെ വേറെ ഓപ്ഷനുകളുമുണ്ട്. സ്ക്രീനിൽ കാണിക്കുന്ന 2 മെയിലിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സുകളും മെസ്സേജുകളും അയക്കാവുന്നതാണ്. ഉടൻ തന്നെ അതിൽ റെസ്പോൺസും വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ഇൻഫോസ്പേസ് 24/7 സൈനിങ് ഓഫ്.